ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മാമ്പഴം വെച്ചിട്ടൊരു പുട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം വെച്ചുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ ഈ പുട്ടിലേക്ക് നമുക്ക് കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ പുട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1.5 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അജ്മി പുട്ടുപൊടിയാണ്. അപ്പോൾ അതാ 1.5 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാമ്പഴം എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കാൻ നോക്കുക. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ചെറിയ പീസുകളായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഒരു മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് മാമ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്. ഒരു 1/4 കപ്പിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ആ അരച്ചെടുത്ത മാമ്പഴത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ മാമ്പഴത്തിൻ്റെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 സ്പൂൺ മാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നനച്ച് വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. നമുക്കിത് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കണം. ഈ മാമ്പഴം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചാനൽ ഇതിനു മുന്നേ ഒരുപാട് പുട്ടിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. പാൽപുട്ട്, ക്യാരറ്റ് പുട്ട്, ഗോതമ്പ് പുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണുക. അപ്പോൾ അതാ പുട്ടുപൊടി ഇട്ട് കൊടുത്ത് ഞാൻ ഇനി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മാമ്പഴം കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പം മാമ്പഴത്തിൻ്റെ ഫ്ലേവർ വരുമ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് അടച്ചു കൊടുത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. അപ്പോൾ അതിൽ ആവി വരുന്നുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ആവിയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി നോക്കാം.
അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മാമ്പഴവും നാളികേരപ്പാലും കൂടി അരച്ചെടുത്തതാണ്. ഇനി അത് പുട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് മാമ്പഴവും നാളികേരപ്പാലും കൂടി ഇങ്ങനെ അരച്ചെടുത്താൽ. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പുട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.